മൈ വൺ ആൻഡ് ഓൺലി അനിയൻ. ഓക്കെ, നശിപ്പിക്കും. ഇന്ന് ഞാൻ നെക്സ്റ്റ് വീക്ക് ബാംഗ്ലൂർ പോവാം. സോ അപ്പോൾ ഞങ്ങൾ കാണലൊക്കെ പിന്നെ കണക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് കാണാം, ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡ് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ അത് ചുമ്മാ ഒന്ന് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. പിന്നെ കാണലൊക്കെ കണക്കായിരിക്കും. പിന്നെ ഇനി വരുന്നുണ്ടാവാൻ നജ്മയുടെ നിക്കാഹിനായിരിക്കും. അത് ഞാൻ വ്ളോഗ് ഇടും. അങ്ങനെ ചുമ്മാ കാണാം, സംസാരിക്കാം, കുറച്ചൊന്ന് സംസാരിച്ചിങ്ങനെ ഇരുന്ന് പൊക്കോ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് വീട്ടിൽ ഇങ്ങനെ വരാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാണ് അന്നത്തെ പ്ലാൻ. സോ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ്. അല്ലേ കണ്ണ? അങ്ങനെ ഞങ്ങൾ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കണ്ടുമുട്ടാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് തൃശ്ശൂർക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. കുറേ ഒന്നുമല്ല കേട്ടോ, ജൂൺ 1 ലാസ്റ്റായിട്ട് കണ്ടത്. എങ്കിൽ പോലും ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഓരോരോ സ്ഥലത്തേക്കാണ് ഇനി പോണത്, പഠിക്കണതും ഒക്കെ ഇനി വേറെ വേറെ സ്ഥലത്താണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ കാണലൊക്കെ കുറവാണല്ലോ. അങ്ങനെ നമ്മൾ പൂവിൻ്റെ അടിയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു ഫോട്ടോ എടുത്തു, അവർ നടന്നു പോയി ഗൈസ്. ഞങ്ങളുടെ സ്പോട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ ഒരു കഫേ കണ്ടു. കഫേയുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, 12 പിസ്സ ഫ്രീ എന്ന്. അപ്പോൾ അതെന്ത് ഓഫറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ 3 കൂടെ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു 8 മണിക്ക് ശേഷം ആ ഓഫർ ഉള്ളൂന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ ബൈ ടാറ്റ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങളെ സ്പോട്ടിലോട്ട് എത്തി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു. കുറേ ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മെനു വന്നത്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സ്റ്റാർട്ടേഴ്സായിട്ട് ടെക്സസ് ചില്ലി ഫ്രൈസും അതുപോലെ മെയിൻ കോഴ്സായിട്ട് പെനി ആൽഫ്രഡോ പാസ്തയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഓർഡർ ചെയ്തിരിക്കുമ്പോൾ ഞങ്ങളവിടെ കോർണറിൽ ഒരു ആസ്തറ്റിക്കായിട്ട് മിററൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇന്ന് എനിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വലിയ മൂഡില്ലാത്തതുകൊണ്ട് തന്നെ എന്നെ കാണാൻ എല്ലാ പിക്കിലും എന്തോ ഒരു മാതിരി ഉണ്ടായിരുന്നു. എനിക്കതിനെ വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിരിക്കുമ്പോൾ ആ അവിടുത്തെ ചേട്ടൻ വന്ന് പറഞ്ഞു നിങ്ങൾ ഫുഡ് വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം ഇവരുടെ സെയിം ഔട്ട്ലെറ്റ് ഗുരുവായൂരുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് അത്ര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് അത്ര സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയില്ല. അങ്ങനെ വീണ്ടും വിശന്നപ്പോൾ ഞങ്ങൾ ബർഗർ ഓർഡർ ചെയ്തു. ബർഗർ വന്നു, അതും എന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആക്കി. ഞാൻ നോക്കുമ്പോൾ ഇവർ ഫോർക്കോണ്ടൊക്കെ കഴിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് അല്ലേ, അഫ്കോഴ്സ് ഇങ്ങനത്തെ വിയേർഡ് തിങ്സ് അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എങ്ങനെ ആ ബർഗർ തീർക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ദിയ ബർഗർ കഴിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഞാൻ അവളുടെ ബർഗർ കഴിക്കൽ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാനിങ്ങനെ നിൽക്കുമ്പോണ്ട് നാബിയും ശ്രേയയും ഷിബയും കൂടെ എന്തോ വലിയ കാര്യമായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഡ്രാമാസാണ് അവരുടെ മൊത്തം. അപ്പോൾ ഞാൻ അതങ്ങോട്ട് വീഡിയോ എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു ഫോട്ടോ സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തോന്നിയ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ പിന്നെ ഐസ് കാൻഡീലും കയറി. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ഫ്ലേവേഴ്സൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ കോഫിയാണ് ഓർഡർ ചെയ്തത്. ഷിബിക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഷിബിക്ക് നല്ല പനി ആയതുകൊണ്ട്, നല്ല പനിയല്ല കുറച്ച് പനി ആയതുകൊണ്ട് തന്നെ അവൾ കഴിച്ചില്ല. ഞാനിന്ന് ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം വൻ പരാജയം ആയതുകൊണ്ട് തന്നെ അതും വൻ പരാജയമായിരുന്നു എനിക്ക്. ഞാനതെങ്ങനെ തീർക്കുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വീണ്ടും ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലൊക്കെ എത്തിയിട്ട് ബൈ ബൈ പറയാണ്. ദിയയ്ക്കും കുക്കുനും വേറെ വഴിയും ഞങ്ങൾക്ക് 5 പേർക്കും വേറെ വഴി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിട്ട് അവിടുന്ന് ചച്ച ഒക്കെ പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി ഗായ്സ്. കുറേ ടയേർഡായി. എൻ്റെ ഫേസൊക്കെ കണ്ടില്ലേ, ഐ എം സോ ടയേർഡ്. നല്ലൊരു ഡേ ആയിരുന്നു. ഇനി ഇവരെന്നാ കാണുമെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് നജ്മയുടെ നിക്കാഹിന് തന്നെ ആയിരിക്കും. ഞാൻ ഈ തിരിച്ചിങ്ങോട്ടേക്ക് വരൽ കുറവായിരിക്കും. സോ അങ്ങനെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തുകയാണ്. എനിക്കൊന്ന് ഫ്രഷ് ആയിട്ട് പോയി കിടന്നുറങ്ങണം. ബൈ ബൈ.